ദിവസേന ആംബുലൻസുകൾ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. ഇത്തരത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞ സംഭവവും നാം കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതിന് പരിഹാരമായിട്ട് പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അബ്ദുൽ ഹാദി. എന്തായാലും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഹാദി തന്നെ വിശദീകരിച്ചു തരും. മുൻപും നിരവധി പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ വികസിപ്പിച്ചെടുത്തൊരു മിടുക്കനാണ്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെവൽ ശാസ്ത്രമേളകൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. ഒപ്പം IIT ഉൾപ്പെടെ ക്ഷണം ലഭിച്ചിട്ടുള്ള ഒരു മിടുക്കൻ കൂടിയാണ് ഹാദി. അപ്പൊ നമുക്ക് ഹാദിയോട് തന്നെ ചോദിക്കാം, എന്താണ് ഇതിന്റെ ഒരു പ്രവർത്തനം? നമ്മുടെ നിലവില് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണിത്. അപ്പൊ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണുന്ന ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഒന്ന് പറഞ്ഞുതരും. ഇത് ഞാൻ പേരിട്ടത് ഒരു സ്മാർട്ട് ആംബുലൻസ് പ്ലസ് RFID ട്രാഫിക് കൺട്രോൾ സിസ്റ്റം എന്നാണ്. സാധാരണ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് തന്നെ ഈ ആംബുലൻസ് ട്രാഫിക് പെടുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ച. ഇപ്പൊ ഒരു എമർജൻസി കേസിൽ ഇങ്ങനെ വൈകുന്ന സമയത്ത് ആ പേഷ്യന്റ് മരണപ്പെടാൻ വരെ ചാൻസിന്റെ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ പ്രതിദിനം 24,000 ആളുകൾ ഇത് കാരണം മരണപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും മരണം ഒറ്റൊരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെന്തൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കൂടാ എന്ന ഇതിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ കാരണം. അപ്പൊ അവിടുന്നാണ് എന്റെ തുടക്കം. ഇത് എങ്ങനെയാണ് ഇതൊന്നും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രവർത്തനം എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ പ്രോട്ടോടൈപ്പ് എന്ന രീതിയിലാണ് ഇവിടെ വെച്ചത്. സാധാരണ ഈ 4 ജംഗ്ഷനും ഈ സ്ക്രീൻ കാണാൻ പറ്റും. ഇപ്പൊ എല്ലാ സിഗ്നലും റെഡ് ആയിട്ടാണുള്ളത്. ഇപ്പൊ ഇതൊരു റോഡ്, ഒരു സിഗ്നൽ, ഒരു ജംഗ്ഷനായി കൂട്ടുക. ഇതൊരു RFID കാർഡാണ്. അതായത് ഇതൊരു RFID റീഡർ, ഇത് കാർഡ്. അതായത് റേഡിയോ ഫ്രീക്വൻസി അനുസരിച്ച് ഓരോ നമ്മളെ വില കൂടിയ ഹോട്ടലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ടാപ്പിൻ തുറക്കുന്ന സാധനം കാണുന്നുണ്ട്. അതേപോലത്തെ ഒരു പ്രവർത്തനമാണ് ഇത്. ഇപ്പൊ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഗ്രീനിലേക്കായി. അപ്പൊ അതായത് ഇപ്പൊ ഒരു ആംബുലൻസ് വരുന്ന സമയത്ത് ഈ ആംബുലൻസ് ഇത് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ റേഡിയോ ഫ്രീക്വൻസി ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക് തന്നെ ട്രാഫിക് ക്ലിയർ ആക്കും. ഇപ്പൊ ഇവിടെ കാണാൻ 3 ജംഗ്ഷൻ ബ്ലോക്ക് ആണ്, റെഡ് ആണ്. ഇവിടെ മാത്രം ഗ്രീൻ. അപ്പം ഇത്തരം സിറ്റുവേഷനിൽ ആംബുലൻസിൽ 1 സെക്കൻഡ് വരെ വൈകാതെ പെട്ടെന്ന് പോകാൻ പറ്റുന്നതാണ് ആ ഒരു സംഭവം. അതുപോലെ തന്നെ ഈ ആംബുലൻസ്, അതായത് രോഗിയുടെ വിവരങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് എത്താം. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് വീഡിയോ കോൾ വഴി അവരെ നിരീക്ഷിക്കാൻ തുടങ്ങിയ ഒരു സാങ്കേതിക വിദ്യ കൂടി ഇതിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ. അതിന്റെ കാര്യം എങ്ങനെയാണ്? അതാണ് ഞാൻ സ്മാർട്ട് ആംബുലൻസ് ആദ്യം പറഞ്ഞത്. അതായത് സാധാരണ ഒരു പേഷ്യന്റ് ആംബുലൻസിൽ കയറി ആശുപത്രി എത്തുന്നവരെ അവർക്ക് ആശുപത്രിയുമായിട്ട് ഒരു വലിയ കോണ്ടാക്ട് ഉണ്ടാവില്ല. അപ്പം ഈ ട്രാവൽ ചെയ്യുന്ന സമയം കൊണ്ട് എങ്ങനെ ഉപകാരപ്പെടുത്താമെന്ന് നോക്കിയിട്ടാണ് ഈ സിസ്റ്റം കണ്ടെത്തിയത്. അതായത് ഈ ആംബുലൻസ് കയറിയവിടെ തന്നെ ഏത് ആശുപത്രിയിലേക്കാണ് പോകുന്നത്, രോഗിയുടെ ബ്ലഡ് ഗ്രൂപ്പ്, ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡോക്ടറിലേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തും. അപ്പൊ ഈ ആംബുലൻസ് വരാൻ മുമ്പേ അവർക്ക് വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. അതാണ്. അപ്പൊ മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, സംസ്ഥാന ശാസ്ത്രമേളയിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ ഹാദി. അപ്പൊ മുൻപ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ ലാൻഡ് സ്ലൈഡ് അലേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടാവും മുമ്പേ ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ GMP സ്കൂൾ മാടായിലാണ് പഠിച്ചത്. അവിടെ ഞാൻ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് വേണ്ടത്ര അംഗീകാരം അന്ന സമയത്ത് കിട്ടിയില്ല. ഞാനത് ചെയ്തതിന് ശേഷമാണ് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പൊ അതായത് ഓരോ പ്രൊജക്റ്റിനും അത്രമാത്രം ഇന്നോവേറ്റീവ് ആയിട്ടാണ് ചെയ്തത്. അതായത് എന്താ പറയാ, നമ്മളെ സമൂഹം എത്രമാത്രം ഓരോ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതിനെല്ലാം ഒരു സൊല്യൂഷൻ, അതായത് എല്ലാ സാധാരണക്കാരനും ഇത് ഉപയോഗിക്കാൻ പറ്റണം. അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അതായത് ഇപ്പം നമ്മളെ വില കൂടിയ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനത്തെ വില കൂടിയ ആംബുലൻസ് ഉണ്ട്, പക്ഷെ അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ സാധാരണക്കാരാണ്, അതായത് VIP എന്നോ പാവപ്പെട്ടെന്നില്ല, മനുഷ്യന്മാർക്ക്, സാധാരണക്കാരനും ഈ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു ജീവൻ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യന്മാർക്ക് ഒരു ജീവനില്ലല്ലോ. അപ്പൊ അതെല്ലാവർക്കും ഒരേപോലെ വേണം അതിന്റെ വില. സ്കൂൾ അധികൃതരുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഹാദി സ്കൂൾ HM ആണ്. അപ്പൊ എങ്ങനെയാണ് ഹാദി നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായ ഒരു വിദ്യാർത്ഥി തന്നെ ആയിരിക്കുമല്ലോ, എന്താണ് പറയാനുള്ളത്? പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിയാണ് അബ്ദുൽ ഹാദി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ഒരു യുവ ശാസ്ത്രജ്ഞൻ തന്നെയാണ് ഹാദി. 8ാം തരത്തിലാണ് വന്ന് ചേർന്ന മുതൽ തന്നെ ഈ സയൻസ് മേളകളിൽ ഹാദിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ 8ാം ക്ലാസ്സിൽ പങ്കെടുത്തു. 9ാം തരത്തില് സബ് ജില്ലയിൽ 2ാം സ്ഥാനമായിരുന്നു ഇതേ വർക്കിംഗ് മോഡലിന്. പിന്നീട് ജില്ലയിൽ 1ാം സ്ഥാനമായിരുന്നു, കണ്ണൂർ ജില്ലയിൽ. പാലക്കാട് വെച്ച് വന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഹാദിയുടെ പ്രോജക്റ്റിന് പാലക്കാട് IIT ക്ഷണം ലഭിച്ച് അവിടെ പോയിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തമാണിത്. വീണ്ടും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കാം. അതന്നെയാണല്ലോ അല്ലെ? അതെ, അത് തന്നെ നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന നേട്ടമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിനൊരു വാഗ്ദാനം. അതാണ് നമ്മുടെ സയന്റിസ്റ്റിന്റെ
സയന്റിസ്റ്റുമാർക്കുള്ള ഒരു മുതൽക്കൂട്ടായി ഈ നമ്മുടെ ആദി വളരും എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വളരെ മുൻവിധിയോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ പഠിച്ച് അതിന്റെ കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ഒരു മുന്നേറ്റം ശാസ്ത്ര ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ കേരളത്തിന് സാധിക്കുന്ന ഒരു യുവ ശാസ്ത്രജ്ഞനായി നമുക്ക് ആദിയെ കാണാൻ സാധിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഈ കഴിവിനെ നമ്മൾ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. മാത്രമല്ല പ്രത്യേകം അഭിനന്ദിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഞാൻ വീട്ടിലേക്ക് വന്നത്. പ്രത്യേകം ഹെഡ് മാസ്റ്റർ വിളിച്ച് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഹാദിയുടെ രക്ഷിതാവിന് ഇനിയിപ്പോ IIT ഉൾപ്പെടെ ക്ഷണം ലഭിച്ചത് നമ്മൾ പറഞ്ഞു. എന്താണ് ഹാദിയെ കുറിച്ച് പറയാനുള്ളത്? സന്തോഷമാണോ? വളരെ സന്തോഷം. എന്നാലും എങ്ങനെയാണ്, പണ്ടേ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഹാദി? ഇതിൽ ശ്രദ്ധയുണ്ട്, ഈ കാര്യത്തിൽ നല്ല ഫോട്ടോ എടുത്ത് എല്ലാം ചെയ്യാൻ മിടുക്ക് കാണിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതെല്ലാം അവൻ ഒറ്റയ്ക്ക് തന്നെ പഠിച്ചെടുക്കുന്ന, വേറെ ഒന്നും ആരും ഇതൊന്നും ചെയ്യില്ല, സ്വന്തമായിട്ട് തന്നെ ചെയ്യും. അപ്പോ ഹാദിയെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാനായിട്ടില്ല. കാരണം ഭാവിയിൽ മികച്ച നല്ലൊരു ഭാവിയുണ്ട് ഹാദിക്ക് എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കാനുള്ള അണിയറയിലാണ് ഹാദി ഉള്ളത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നികേഷ് താപത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.